ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ സന്തോഷത്തിലാണ് കെ.ആർ. മോഹനൻ. കഴിഞ്ഞ 3 വർഷമാണ് തന്റെ സ്വപ്നത്തിലെ ശില്പം പൂർത്തിയാക്കാൻ മോഹനൻ ചെലവിട്ടത്. എഴുപത്തിമൂന്നാം വയസ്സിലും ശില്പനിർമ്മാണത്തിന് തന്റെ വിരലുകൾ വഴങ്ങുമെന്ന് തെളിയിക്കുകയാണ് തിരുവനന്തപുരം സ്വദേശി മോഹനൻ. പേട്ടയിലെ ഖബറടി റോഡിലുള്ള തോപ്പിൽ വീട്ടിലെ പണിശാലയിൽ 108 കൈകളുള്ള ദുർഗാശില്പം പൂർത്തിയാക്കാൻ മോഹനൻ എടുത്തത് 3 വർഷം. സിംഹവാഹനയായ ദുർഗാദേവി ശില്പത്തിന് 5 അടിയാണ് ഉയരം. പലപ്പോഴും ആഹാരവും വിശ്രമവും മറന്ന സൂക്ഷ്മതയോടെ സ്വപ്നം പൂർത്തിയാക്കിയ സന്തോഷം മോഹനന്റെ മുഖത്ത് കാണാം. എനിക്ക് ആദ്യം നാഷണൽ അവാർഡ് കിട്ടുന്നത് അത് ആദ്യം ഒരു ഒരാൾ ഓർഡർ തന്നത് ഒരു മൂലയിൽ, ഒരു വീട്ടിൻ്റെ ഒരു മൂലയിൽ ഒരു കമരത്തിൽ ഒരു കാലിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു കിഷനാണ് ഓർഡർ തന്നിട്ട് പൈസയൊന്നും തന്നില്ല. ഞാൻ അതിവിടെ തുടങ്ങിയിട്ടും പൈസ തന്നില്ല, അഡ്വാൻസ് തന്നില്ല. അതങ്ങ് അവിടെ കിടക്കായിരുന്നു. അത് കിടന്നപ്പോഴത്തേക്ക് അത് ഫിനിഷ് ചെയ്ത് വെച്ചപ്പോഴത്തേക്ക് എനിക്ക് തോന്നി ഇതിനൊരു രാധ ചെയ്ത് ഫിനിഷ് ചെയ്യണ പേപ്പറിൽ വരണ അവാർഡിന് ക്ഷണിച്ചെന്നും പറഞ്ഞ് അതെടുത്ത് ഞാൻ കൊണ്ടുവന്ന് അവാർഡിന് വെച്ചാണ് ആദ്യം എനിക്ക് നാഷണൽ അവാർഡ്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇതിനു മുൻപും മോഹനന്റെ ശില്പചാതുര്യം വലിയ അഭിനന്ദനങ്ങൾ നേടിയിരുന്നു. അന്ന് പൂർത്തിയാക്കിയത് 62 കൈകളുള്ള ദുർഗാദേവിയുടെ ശില്പമായിരുന്നു. ആദ്യം 28 കൈയിൽ ചെയ്തു, രണ്ടാമത് 36 കൈ ചെയ്തു, 62 കൈ ചെയ്തപ്പോൾ എനിക്ക് ശില്പഗുരു അവാർഡ് കിട്ടി. അങ്ങനെയാണ്. ഇനി അങ്ങോട്ട് 1000 കൈ ഒരു ദുർഗ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നടക്കോ ഇല്ല എന്നുള്ള അറിഞ്ഞൂടാ. പൈസ ആയിരിക്കും, ആഗ്രഹമുണ്ട്. ഉടനെ തടിയൊക്കെ ശരിയാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് തുടങ്ങാനായിട്ട്. പഠനം 4ാം ക്ലാസ്സിൽ പൂർത്തിയാക്കിയെങ്കിലും ശില്പകലയിൽ അച്ഛനെ പിന്തുടർന്ന മോഹനൻ ഇന്ന് അഭിനന്ദനങ്ങളുടെ കൊടുമുടികൾ കയറുകയാണ്. ആനക്കൊമ്പിൽ തുടങ്ങിയ ശില്പനിർമ്മാണം ഇപ്പോൾ തടിയിലാണ്. ഉപരാഷ്ട്രപതിയുടെ കയ്യിൽ നിന്ന് 2022 ശില്പഗുരു പുരസ്കാരം ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങളാണ് കെ.ആർ. മോഹനൻ എന്ന ഈ അതുല്യ ശില്പിയെ ഇതുവരെ തേടിയെത്തിയത്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.